ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മൾ ഇന്നൊരു ബട്ടൺ എങ്ങനെയാണ് ക്ലോത്തിൻ്റെ കളറിലേക്ക് നമ്മളിതാ ഇതുപോലെ ആഡ് ചെയ്തെടുക്കുന്നതെന്നുള്ളതാണ്. അപ്പം നമുക്ക് എത്ര ടൈപ്പ് ക്ലോത്തിൻ്റെ കളറാണോ ആ സെയിം കളറിൽ നമുക്ക് ചെയ്തെടുക്കാം. ഒരു ബട്ടണിൽ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് കളർ കൊടുക്കാം. അപ്പോൾ അതെല്ലാം ക്ലോത്ത് കൊണ്ട് എങ്ങനെയാണ് നമ്മളിന്ന് ചെയ്തെടുക്കുന്നതെന്നുള്ളതാണ്. ഇത് തീർത്തും ബിഗിനേഴ്സിനായിട്ടുള്ള ഒരു വീഡിയോയാണ്. പിന്നെ നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യണേ. ഇതുപോലെ നമ്മൾ നമ്മളുടെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന സാധാ ബട്ടൺ എടുക്കുക. എന്നിട്ട് നമുക്ക് വേണ്ട ആ ക്ലോത്തിൻ്റെ റോങ് സൈഡിലേക്ക് ഇത് കണ്ടോ, നമ്മുടെ ബട്ടൻ്റെ ആ ഫ്ലാറ്റ് ആയിട്ടുള്ള സൈഡാണ് ഇങ്ങനെ വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ നല്ല ടൈറ്റായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ മുകൾ ഭാഗം നല്ല ഫ്ലാറ്റായിട്ട് നമുക്ക് കിട്ടണേ. അതിനു വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ എടുക്കുന്നത്. നല്ല ടൈറ്റാക്കി കൊടുക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യണം. പിന്നെ നമ്മൾ സെയിം കളറാണ് എപ്പോഴും എടുക്കേണ്ടത്. നൂലെടുക്കേണ്ടത് സെയിം കളറാണ്. ആ നൂല് ഇതുപോലെ പിടിച്ച് ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നല്ല ടൈറ്റായിട്ടാണ് ഇവിടെ എല്ലാം ചുറ്റി കൊടുക്കേണ്ടത്. എങ്കിൽ മാത്രമേ ആ ബട്ടൺ ആ ക്ലോത്തിലേക്ക് നന്നായിട്ട് അറ്റാച്ച് ആയിട്ട് ഇരിക്കത്തുള്ളൂ. എന്നിട്ട് ഇതുപോലെ നമ്മൾ 2-3 പ്രാവശ്യം ഇതുപോലെ കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അത് നമുക്ക് ഇങ്ങനെ 2-3 പ്രാവശ്യം നമ്മൾ ഇതിനുള്ളിലൂടെ ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇത് കണ്ടോ, ഇപ്പം നമുക്ക് നമ്മുടെ ക്ലോത്തിന് ഏത് ക്ലോത്താണോ വേണ്ടത് ആ ക്ലോത്തിൻ്റെ രീതിയിൽ ഇതുപോലെ ചെയ്തെടുക്കാവേ. ഇനി നമ്മൾ വേറൊരു മെത്തേഡാണ് പറയുന്നത്. ഇതുപോലെ തന്നെ നമ്മളൊരു സാധാ ബട്ടണാണ് എടുത്തിരിക്കുന്നത്. അതിനെ ഇതുപോലെ റോങ് സൈഡിലേക്ക് ആ ഫ്ലാറ്റ് ആയിട്ടുള്ള ഭാഗം വെക്കുന്നു. അതിനുശേഷം നമ്മൾ ഇങ്ങനെ തിരിച്ച് നന്നായിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അത് നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് നല്ല നീറ്റാക്കി കൊടുക്കണം. അതിനുശേഷം സെയിം കളർ നൂലാണ് എടുക്കേണ്ടത്. നമ്മളിപ്പോൾ ഇവിടെ ഒരു ഡിഫറെൻറ്റ് നൂല് ഇങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ. അതിനുശേഷം നമ്മളൊരു സൂചിയും നൂല് ഉപയോഗിച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ ചുറ്റി കൊടുക്കുക. അതിനുശേഷം ഈ സൂചി കൊണ്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് കെട്ടിട്ട് കൊടുക്കുക. ഓരോ പ്രാവശ്യവും സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഓരോ നോട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാവേ. ഇങ്ങനെ നല്ല ടൈറ്റായിട്ടിരിക്കും. ഇതുപോലെ സൂചിയും നൂലും ഉപയോഗിച്ച് ഇതുപോലെ അടിഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തുകൂടെ കെട്ടിട്ട് കൊടുക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ ആ ഭാഗം ഒന്ന് സ്റ്റിച്ച് ഇവിടെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് അവിടെ ഇരുന്നോളും. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് കണ്ടോ, വളരെ നീറ്റായിട്ട് നമ്മുടെ ബട്ടൺ നമുക്ക് ലഭിച്ചേ. ഇനി നമ്മൾ വേറൊരു മെത്തേഡാണ് കാണിക്കുന്നത്. ഒരു ബട്ടണിൽ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് കളർ കൊടുക്കുകയാണ്. 2 കളറാണ് കൊടുക്കുന്നത്. അതിനായിട്ട് 2 കോൺട്രാസ്റ്റ് കളർ എടുക്കുക. എന്നിട്ട് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് ഇതുപോലെ നമ്മളിങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമ്മളൊരു ബട്ടൺ എടുത്തതിന് ശേഷം ഇവിടെയും നമ്മൾ ആ ഫ്ലാറ്റായ സൈഡ് ഇങ്ങനെ വെച്ച് കൊടുത്ത് നന്നായിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ആ കോൺട്രാസ്റ്റ് 2 കളറും മുകളിൽ ഒരുപോലെ വരുന്ന രീതിയിൽ നമ്മളാണ് വെച്ച് കൊടുക്കേണ്ടത്. അതിനുശേഷം ഇതുപോലെ നമ്മൾ സൂചിയും നൂലും ഉപയോഗിച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ ചുറ്റി നല്ല നീറ്റാക്കി കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ പല പ്രാവശ്യം നമുക്ക് തോന്നണം ഇത് നല്ല ടൈറ്റായി എന്ന്. ആ രീതിയിൽ നമ്മൾ വരുന്നിടം വരെ 2-3 പ്രാവശ്യം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് നമ്മളുടെ ക്ലോത്തിന് ഡിഫറെൻറ്റ് കോൺട്രാസ്റ്റ് കളറിലുള്ളതാണെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ ബട്ടൺ മേക്ക് ചെയ്തെടുക്കാവേ. അപ്പോൾ ഒരു ചുരിദാറിലൊക്കെ നമുക്ക് ഇതുപോലെ ഡിഫറെൻറ്റ് പാറ്റേണിൽ എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ വേറൊരു മെത്തേഡാണ് കാണിക്കുന്നത്. ഇതുപോലെ നമ്മളിപ്പം 2 ഡിഫറെൻറ്റ് കളറിനെ ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവിടേക്ക് നമ്മൾ ഇതുപോലെ ഇതെല്ലാം കോൺട്രാസ്റ്റ് കളർ എടുക്കാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണേ. എങ്കിൽ മാത്രമേ അത് ബ്യൂട്ടിഫുൾ ആകുകയുള്ളൂ. പിന്നെ നമ്മളുടെ ക്ലോത്തിന് ഏതാണോ കളർ വേണ്ടത്, അതായത് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ചുരിദാറിനോ ഉടുപ്പിനോ ഒക്കെ ഏതാണ് കളർ വരുന്നത് ആ കളറാണ് നമ്മളിവിടെ മേക്ക് ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ടത്. അപ്പം നമ്മൾ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കുമ്പോൾ അതിനുശേഷം ഇതുപോലെ ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുന്ന സമയത്തെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യം ആ മുകൾ ഭാഗത്ത് നല്ല ടൈറ്റായിട്ട് ആ 3 ഡിസൈനും ഏകദേശം ഒരുപോലെ വരുന്ന രീതിയിൽ നമ്മൾ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതുപോലെ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത്
നല്ല ടൈറ്റാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് 3-4 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ കെട്ടിട്ട് കൊടുത്താൽ മതി. അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ നമ്മൾ എന്നിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇത് കണ്ടോ, വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് കോൺട്രാസ്റ്റ് കളറിൽ ഇതുപോലെ മേക്ക് ചെയ്തെടുക്കാൻ സാധിക്കുമേ. ഇനി നമ്മൾ ഒരു പാറ്റേണിലൂടെ കാണിക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ ഇവിടെ നമ്മൾ ഒരേ കളറാണ് കൊടുക്കുന്നതെങ്കിൽ ഡിഫറെൻറ്റ് ഈ 4 കളറിലും നമുക്ക് ചെയ്തെടുക്കാവേ. ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സ്റ്റിച്ചിങ് പോയിൻറ്റുകൾ തമ്മിൽ ഒരുപോലെ വരണേ. ഇവിടെ ഡിഫറെൻറ്റ് ഒരു അല്പം പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോകാൻ പാടില്ല. അങ്ങനെ വന്നാൽ നമ്മൾ ഈ ബട്ടൺ മേക്ക് ചെയ്ത് കഴിയുമ്പോൾ അത്രയും ഭംഗി വരത്തില്ല. അപ്പോൾ ഈ സ്റ്റിച്ചിങ് പോയിൻറ്റുകൾ കറക്റ്റായിട്ട് വരണേ. ഇവിടെ ഇപ്പോൾ ഈ 4 പീസിന് 4 കളർ വേണമെങ്കിലും നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത് കണ്ടോ, ഈ പോയിൻറ്റുകൾ കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ അത് നമ്മൾ ആദ്യമേ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതുപോലെ വെക്കണേ. എന്നിട്ട് കറക്റ്റ് സെൻറ്റർ ഇതുപോലെ നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് കൈകൊണ്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നല്ല ഉണക്ക് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ സൂചി നൂല് ഉപയോഗിച്ച് ഇങ്ങനെ നമ്മൾ നന്നായിട്ട് ചുറ്റി നന്നായിട്ട് നല്ല ടൈറ്റായിട്ടാണ് നമ്മളിങ്ങനെ ചുറ്റി കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മളിങ്ങനെ കെട്ടിട്ട് ഓരോ പ്രാവശ്യവും നോട്ടിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പം നമുക്കത് നന്നായിട്ട് പെർഫെക്റ്റ് ആയിരുന്നു തോന്നുമ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ ഇതുപോലെ ബട്ടൺ പല രീതിയിൽ മേക്ക് ചെയ്തെടുക്കുന്നതാണ്. അപ്പം നമ്മൾക്ക് ഇതുപോലെ പല ഡിഫറെൻറ്റ് രീതിയിൽ വേണമെങ്കിലും ഇതുപോലെ മേക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഈ കോൺട്രാസ്റ്റ് കളറുകളെല്ലാം കൂടെ സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ സെൻറ്ററിൽ ബട്ടൺ വയ്ക്കുക. അതിനുശേഷം ഇതേ രീതി ഫോളോ ചെയ്താൽ മതി. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഇതുപോലെ നമുക്ക് നമ്മളുടെ ക്ലോത്തിന് വേണ്ട രീതിയിൽ നമുക്ക് സ്വന്തമായിട്ട് മേക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ യൂണിഫോമിൻ്റെ കുറേ വീഡിയോസ് നേരത്തെയൊക്കെ ഇട്ടിട്ടുണ്ട്. വളരെ യൂസ്ഫുൾ ആകുന്ന രീതിയിലാണ്, സ്വന്തമായിട്ട് വീട്ടിൽ ഇരുന്ന് സ്റ്റിച്ച് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മളെല്ലാ വീഡിയോസും പറയുന്നത്. നമുക്ക് അതിനായിട്ടൊരു പ്ലേലിസ്റ്റ് തന്നെയുണ്ട്. അപ്പോൾ അതൊന്ന് കാണുകയും ചെയ്യണം. ഈ സമയത്ത് അത് തീർച്ചയായിട്ടും എല്ലാവർക്കും യൂസ്ഫുൾ ആകുമേ. അപ്പോൾ നമ്മളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.